ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാജിസ് വ്ലോഗ്. പിന്നെ നാട്ടിലെ ഫ്രണ്ട്സ് എന്നൊക്കെ പറയില്ലേ, ഫ്രണ്ട്സ് എന്നല്ല, എൻ്റെ സിസ്റ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ അവരുടെ കൂടെ ഫോട്ടോച്ചിക്ക് പോയ ഒരു ദിവസത്തെ സ്റ്റോറിയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഒരു വർഷത്തിന് മേലെയായി വീഡിയോസൊക്കെ ഇട്ടിട്ട് കോളേജ് ലൈഫിലങ്ങ് മുങ്ങിപ്പോയിക്കുമായിരുന്നു. കോളേജിൽ അങ്ങനെ വീഡിയോസൊന്നും പൊതുവെ ഞാൻ എടുക്കാറില്ല, റെസ്ട്രിക്റ്റഡ് അല്ല, ഞാനും എടുക്കാറില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ നാലുപേരും കൂടി എന്നാൽ ഫോട്ടോച്ചിക്ക് പോയാലോ എന്ന്, ഇങ്ങനെ ഔട്ടിങ് ജസ്റ്റ് വൺ ഡേ പോയാലോ എന്ന് ഞാൻ ആലോചിച്ചത്. അപ്പോൾ അങ്ങനെ പോയതാണ്. ഇപ്പോൾ പല ഫോണെടുത്ത വീഡിയോസാണ് നിങ്ങൾ നാലുപേരും മാറി മാറി എടുത്തതാണ്. എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഒട്ടും അറിയില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഒക്കെ ഈ വീഡിയോയിലുണ്ടാവും. മെയിൻലി ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കൊരു മെമ്മറീസ്, അതുപോലെ നമ്മുടെ ഹാപ്പിനെസ് നിങ്ങൾക്ക് ഷെയർ ചെയ്തു, അത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോയിലെ ക്യാരക്ടേഴ്സിനൊക്കെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. എന്നാലാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞങ്ങളറിയണവർക്ക് മനസ്സിലാവും, എന്നാലും ബാക്കിയുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്കും കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇത് ആൻമേരിയ, ഇത് ചിന്നു, ഇത് സാൻമേരിയ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ കഥയിലേക്ക് പോയാൽ രണ്ടാഴ്ച മുന്നെടുത്ത വീഡിയോ ആയിട്ടത്, ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയത്. ഫുൾ എക്സാംസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. 3 പേര് എങ്ങോട്ടാണെന്ന് ചോദിക്കുന്നതിന് പകരം 4ാമത്തെ ആൾ എവിടെയാണെന്ന് ചോദിക്കുന്നതായിരിക്കും ബെറ്റർ. ഓൾവേസ് ലേറ്റ് കമ്മറാണ്. അന്ന് ലേറ്റ് ആയിട്ടാണ് വന്നത്. അന്ന് റീസണബിൾ ആയിട്ടുള്ള കാര്യത്തിന് ലേറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഞാനും ലേറ്റ് കമ്മർ തന്നെയാണ്, അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അവിടുന്ന് ബസ്സും വിളിച്ച് ഞങ്ങൾ ആലുവ മെട്രോ സ്റ്റേഷനിലെത്തി. ലവ് യുവർ സെൽഫ്, ബീങ് ബ്യൂട്ടിഫുൾ, ആ സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ മുദ്രാവാക്യം. അവിടെ ചെന്നപ്പോൾ തന്നെ മുടിയിൽ ലിപ്സ്റ്റിക് ഇടലൊക്കെ അങ്ങോട്ട് ആരംഭിച്ചു. പിന്നെ ചായ കുടിച്ചു. ഞാൻ ചായ കുടിക്കില്ല, അവർ ചായ കുടിച്ചു. ചായയും കാപ്പിയും എന്തൊക്കെയോ കുടിച്ചു. ഞാൻ മായാണ് കുടിച്ചത്. അത് എനിക്ക് വട്ടാണ്, രാവിലെ തന്നെ മാവ് കുടിക്കാമെന്നും പറഞ്ഞ് അവർ തങ്ങൾ തുടങ്ങി. ചായക്കും കാപ്പിക്കും വലിയ ടേസ്റ്റൊന്നും ഇല്ലയെന്ന് അവർ പറയണ കേട്ടു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ അവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ബാഗൊക്കെ ചെക്ക് ചെയ്ത് ഞങ്ങൾ മെട്രോയിൽ കയറാൻ പോയി. ഞാൻ ടിക്കറ്റ് കളയാൻ പോയി, ബിക്കോസ് ഇനി ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അത് ഇനി ആവശ്യമുണ്ടായിരുന്നു അവിടെ ചെല്ലുമ്പോൾ, അതെനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ചിന്നതൊക്കെ എൻ്റെ നിന്ന് വാങ്ങിച്ച് സൂക്ഷിച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ മെട്രോ വന്ന് ഞങ്ങൾ ബായത്തിൽ 4 പേർക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടി. പിന്നെ MG റോഡിൻ്റെ സ്റ്റേഷനിൽ ഇറങ്ങി ബായത്തിൽ അവിടെ നിന്ന് മെട്രോയുടെ തന്നെ ബസ് ഉണ്ടായിരുന്നു. AC എടുത്ത് പോകണമെന്നാണെന്ന് അറിയില്ല, 10 രൂപ കൂടുതലായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ 10 രൂപ ഉണ്ടായുള്ളൂ. അങ്ങോട്ട് മെട്രോയുടെ അതിൽ പോയപ്പം പെർ പേഴ്സൺ 20 രൂപയായിരുന്നു. അവിടുന്ന് മറൈൻ ഡ്രൈവ് ഒക്കെ ജസ്റ്റ് നോക്കിയിട്ട് നേരെ ഞങ്ങൾ വാട്ടർ മെട്രോയുടെ ടിക്കറ്റ് എടുക്കാനായിട്ട് പോയി. ഓപ്പൺ ബോട്ടിൽ പോകണമെന്നായിരുന്നു. പിന്നെ ബോട്ട് പേടിയുള്ളവർ കൂടി ഉള്ളതുകൊണ്ട് വാട്ടർ മെട്രോയ്ക്ക് പോകാൻ തീരുമാനിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അബദ്ധത്തിലൊന്ന് കളർ ഹണ്ടിങ് ചാലഞ്ചസ് നടത്താമെന്നും പറഞ്ഞു. അതിന് ഞാനും മറന്നുപോയി, ആൻമേരിയും ചിന്നും മറന്നുപോയി. പക്ഷേ സാൻമേരി ഒന്നും മറന്നില്ല. അതിന് വേണ്ടി ഒരു ഹണ്ടിങ് തന്നെയായിരുന്നു. പിന്നെ ബോട്ടിൻ്റെ ക്യാപ്റ്റനൊക്കെ ഒന്ന് വിളിച്ചു. നമ്മൾ വലിയ ആൾക്കാരൊക്കെ വിളിച്ചാൽ പോകത്തുള്ളൂ. എന്നിട്ട് നേരെ ബോട്ടിലൊക്കെ കയറി പിന്നെ അങ്ങോട്ട് ഫോട്ടോ എടുക്കലായിരുന്നു. ഫോട്ടോ എടുക്കൽ മാറി മാറി ഫോട്ടോ എടുക്കുക. ജനൽ അങ്ങോട്ട് നോക്കിയിരിക്കുന്ന ഫോട്ടോ, ഇങ്ങോട്ട് നോക്കിയിരിക്കുന്ന ഫോട്ടോ. പിന്നെ ഫോട്ടോ എടുക്കലായിരുന്നു കുറേ നേരം. പിന്നെ പൊതുവേ രാവിലെ ആയതുകൊണ്ട് തോന്നുന്നു തിരക്കൊക്കെ കുറവായിരുന്നു. പിന്നെ അവിടെ ഒരു ചേച്ചി ഒരു വീഡിയോയിൽ എങ്ങനെ ലൈഫ് ജാക്കറ്റ് ഇടണം എന്നൊക്കെ പഠിപ്പിച്ച് തരുന്നുണ്ട്. പിന്നെ ആ ചേച്ചീനെ പറ്റി കുറച്ച് നേരം പറഞ്ഞു. അങ്ങനെ മട്ടാഞ്ചേരിയിലെത്തി. എന്തൊക്കെ തന്നെയല്ല അവർക്കൊരു സത്യമൊക്കെ മനസ്സിലായിട്ടുണ്ട്. അവർ ടാറ്റൊക്കെ തരുന്നുണ്ട്. എന്തായാലും വീഡിയോയിൽ വിടും, അപ്പം മര്യാദയ്ക്ക് പെടുന്നില്ല നല്ലത് എന്ന് അവർ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് സൈഡിൽ ഇങ്ങനെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. ആൻമേരിയ വാങ്ങിക്കാത്ത വള അന്വേഷിച്ച് അവിടെ 20 മിനിറ്റ് ഞങ്ങൾ വെറുതെ വേസ്റ്റ് ചെയ്തു. സ്ഥലം ഏതുമാകട്ടെ അജണ്ടയാണ് പ്രധാനം എന്ന മൈൻഡാന്ന് തോന്നുന്നു സാൻമേരിയയ്ക്ക്. ബീയിങ് ബ്യൂട്ടിഫുൾ എവറി ടൈം. പിന്നെ മുടിയൊക്കെ സെറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ ജൂ ടൗണിൽ പോയി. എൻ്റെ എക്സ്പെക്റ്റേഷൻ്റെ കുഴപ്പമാണോ അത് സ്ഥലം എങ്ങനെയാണോ എന്ന് അറിയത്തില്ല. ഞാൻ ഇൻസ്റ്റയിലൊക്കെ കണ്ട അത്രയും വൈബൊന്നും വന്നില്ല അവിടെ കുറേ ഇങ്ങനെ പർച്ചേസ് ചെയ്യാൻ ഷോപ്പൊക്കെ ഉണ്ട്. പിന്നെ ആസ്തെറ്റിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ആസ്തെറ്റിക് എന്നുള്ള വാക്ക് ഞാൻ അന്നത്തെ ഒരു 100 വർഷം പറഞ്ഞിട്ടുണ്ടാവും. ഇനി ആ വാക്ക് പറഞ്ഞാൽ തല്ലിക്കൊല്ലുമെന്ന് വരെ അവർ പറഞ്ഞു. പിന്നെ ഒരു ഗൈഡ് ഫോർനേഴ്സ് സാറ എംബ്രോയ്ഡറിനെ പറ്റി കുറേ എക്സ്പ്ലനേഷനൊക്കെ കൊടുക്കണ്ടായിരുന്നു. ഉള്ളതാണോ എന്നെനിക്കറിയത്തില്ല. ബട്ട് നമുക്കാണ് അതൊന്നും ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത. ഫോറിനേഴ്സൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അത് കേട്ടോണ്ടിരുന്നത്. ഈ വീഡിയോയിൽ ഞാൻ ക്യൂട്ട്നെസ് ഇടുന്നത് നിങ്ങൾ വിചാരിക്കും, പക്ഷെ അല്ല. ചിന്നുൻ്റെ ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്തതിൻ്റെ ഒരു സന്തോഷമാണ് കഴിച്ചത്. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് കുറേ നടന്നു. പിന്നെ അവിടെ ഫോട്ടോ എടുക്കലായിരുന്നു. ഒറ്റയ്ക്കുള്ള ഫോട്ടോ, 2 പേരുള്ള ഫോട്ടോ, 4 പേരും കൂടി നിൽക്കുന്ന ഫോട്ടോ, ഇത് തന്നെയായിരുന്നു ഉള്ളതിൽ. കുറച്ചും കൂടി ക്ലാരിറ്റി എൻ്റെ ഫോണിലാന്ന് പറഞ്ഞിട്ട് എന്നെ ഫോട്ടോഗ്രാഫറാക്കി മാറ്റി. എല്ലാവരും ഫോട്ടോ എടുത്ത് ആൻമേരിയുടെ ഒരു 200 ഫോട്ടോ ഇങ്ങനെ എടുത്തിട്ടുണ്ടാവും. പക്ഷെ കോമഡി എന്താണെന്ന് വെച്ചാൽ 1-2 മാത്രമാണ് ആൾക്ക് ആകെ ഇഷ്ടപ്പെട്ടത്. ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു തരാനായിട്ട് 2 ചേച്ചിമാരോട് ചോദിച്ചായിരുന്നു. ആ ചേച്ചിമാരാണ് പിന്നെ ത്രൂ ഔട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. ഫുഡ് കഴിക്കാൻ പോകാനായാലും. ഞങ്ങൾക്ക് ആ സ്ഥലത്തിനെ പറ്റി വലിയ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല, അതവർക്ക് മനസ്സിലായെന്ന് തോന്നണു. അതുകൊണ്ട് ആ ചേച്ചിമാർ ഞങ്ങളെ ഫുൾ ടൈം ഹെൽപ്പ് ചെയ്തായിരുന്നു. ഏകദേശം 1:30 അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും തീരെ വയ്യാണ്ടായിരുന്നു. അത് വെയിൽ, പിന്നെ നല്ല വിശപ്പ്. 1:30 കഴിഞ്ഞായിരുന്നു ഞങ്ങൾ ജൂ ടൗണിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. പിന്നെ ഒരു 15 മിനിറ്റിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഫുഡ് അന്വേഷിച്ച് നടന്നായിരുന്നു. പിന്നെ അവസാനം ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഫുഡ് സ്പോട്ട് ഒന്നുമില്ല. ഓട്ടോ വിളിച്ച് വേറെ ഏതൊരു സ്ഥലത്ത് പോയാലാണ് ഫുഡ് കിട്ടുള്ളൂ എന്ന്.
ഓട്ടോ വിളിക്കാനായിട്ട് അങ്ങോട്ട് നടന്നു ഇങ്ങോട്ട് നടന്നു ഇതന്നെ ഗൂഗിൾ മാപ്പ് ഇട്ട് നടന്നേ. നേരത്തെ പറഞ്ഞ 2 ചേച്ചിമാർ ഞങ്ങൾക്ക് ഓട്ടോ ഒക്കെ വിളിച്ച് സ്പോട്ടൊക്കെ പറഞ്ഞു തന്ന് ഞങ്ങൾ ഓട്ടോയിൽ കയറി. അവിടുന്ന് നേരെ കായിസ് രാം അബ്ദുള്ള കഫേയിൽ പോയി. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് സീറ്റ് തന്നെ കിട്ടിയത്. ഞങ്ങൾ 4 ചിക്കൻ ബിരിയാണി കൂടെ ഓർഡർ ചെയ്തു. ഓട്ടോയ്ക്ക് വിളിച്ച് ഇവിടെ വന്നിട്ട് വായിൽ വെക്കാൻ കൊള്ളുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. 3 പീസ് ചിക്കനൊക്കെ ആയിട്ട് പൈസയ്ക്ക് വേർത്തായിരുന്നു. പിന്നെ അവിടുന്ന് ഒരാവശ്യമില്ലാണ്ട് ഞങ്ങൾ പാലസിൽ പോയി. പിന്നെ 5 രൂപയാണ് ഒരു ടിക്കറ്റിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളത് വിട്ട് കളഞ്ഞു. ഒരു ഹിസ്റ്റോറിക്കൽ സ്റ്റഡി നടത്താമെന്നൊക്കെ പറഞ്ഞാണ് പോയത്. എന്നിട്ട് അവിടെ നിന്ന് ഫുൾ മണ്ടത്തരാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ നിന്ന ആൾക്കാരൊക്കെ ഈ പിള്ളേർ എന്താണ് ഈ മണ്ടത്തരം പറയണേ എന്ന് വരെ വിചാരിച്ചിട്ടുണ്ടാവും. പിന്നെ അവിടെ ബാൽക്കണിയൊക്കെ കണ്ടപ്പോൾ പണ്ടത്തെ ഗാംഭീര്യതയൊക്കെ നിന്ന് ആ എക്സ്പ്രഷനൊക്കെ ഇട്ട് നിന്ന് പണ്ടത്തെ രാജകുമാരിയുടെ കൂടെ നിന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഇച്ചിരി കൂടി നേരം കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ മിക്കവാറും രാജകുമാരൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തന്നെ തല്ലുമെന്ന്. അതുകൊണ്ട് വലിയ റിസ്കിന് നിന്നില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ മുട്ട് തേയ്മാനം വന്നതാണോ അതോ സ്റ്റെപ്പിന് നീളം കൂടുതലായിരുന്നു കൊണ്ടെന്നാണെന്ന് അറിയില്ല. ഇറങ്ങാനൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരാവശ്യമില്ലാതെ വന്ന പാലസിനോട് ടാറ്റൊക്കെ പറഞ്ഞ് നേരെ അംബേദ്കർ ഗുൾബാറിൽ പോയി. അത് ഫേമസ് ആണല്ലോ അവക്കാടോ ഷേക്ക്. ഈ അവക്കാടോ ഷേക്ക് അന്വേഷിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ്. എന്നിട്ട് അവസാനം ഒരു ഓട്ടോ ചേട്ടനോടൊക്കെ പറഞ്ഞ് ആണ് അവിടെ എത്തിയത്. അവിടെ നിന്ന് അവക്കാടോ ഷേക്കൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ കുടിച്ചു. അവക്കാടോയുടെ നല്ല ഫ്ലേവറും അത്യാവശ്യത്തിന് മധുരമൊക്കെ. ഞങ്ങൾ ബിരിയാണി ഒരു 1/2 hour കഴിച്ചോളൂ. എന്നാലും നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ വീണ്ടും വാട്ടർ മെട്രോയിൽ കയറി തിരിച്ച്. പക്ഷെ അവിടെ ഒരു തുള്ളി സ്ഥലം ഇടയില്ല. അങ്ങോട്ട് പോയപ്പോൾ ഫുൾ കാലിയായിരുന്നു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു തുള്ളി സ്ഥലമില്ല. പിന്നെ 20 മിനിറ്റൊക്കെ എടുത്ത് നിൽക്കാന്നുള്ള അത്ര എനർജി ഉണ്ടാവാത്ത കാരണം ഞങ്ങൾ താഴെയൊക്കെ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അവിടെ വാട്ടർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി നേരെ കരിക്ക് കുടിക്കാന്നുള്ള പ്ലാനിലാണ് പോയത് ആക്ച്വലി. പിന്നെ അത് ഞങ്ങൾ കരിക്ക് ഷേക്കാക്കി. കരിക്ക് ഷേക്കിൻ്റെ കഥ പറയുകയാണെങ്കിൽ 20 മിനിറ്റ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയത് തേങ്ങാ ഷേക്കാണ്. ഞങ്ങളത് ഫുള്ള് കുടിച്ചില്ല. ഞങ്ങൾ ഒരു ഗ്ലാസ് എങ്ങനെയും കുടിച്ച് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് അവർ ഓഫറാന്ന് പറഞ്ഞാൽ 2ാമത്തെ ഗ്ലാസ്സും കൊണ്ടുവരണേ. മാങ്ങക്കറിക്ക് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് അവിടുത്തെ സാധനം. ഞങ്ങൾ പിന്നെ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണ് അവസ്ഥ എന്ന് വെച്ചിട്ടാണ് ചിരിക്കുന്നത്. എൻ്റെ റെസ്പോൺസ് മാത്രമല്ല അവരുടെ റെസ്പോൺസ് നിങ്ങൾ കേട്ടു നോക്ക്. പിന്നെ ഞാൻ അവിടെ നിന്ന് എന്തൊക്കെയോ പറഞ്ഞ് വഴുക്കുണ്ടാക്കി പോയി. പിന്നെ ചിന്നു ആൻമേരി അതൊക്കെ സെറ്റിൽ ചെയ്ത് വന്നു. അവർ പൈസ വാങ്ങിച്ചില്ല. അവരുടെ മിസ്റ്റേക്കർക്ക് മനസ്സിലായതാണെന്ന് തോന്നുന്നു. അത് ഞങ്ങൾ കുടിക്കാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. വായയുടെ ചുക എന്തായാലും കാട്ടിക്കളയാനായിട്ട് ഉപ്പിലിട്ട സാധനങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ലതല്ല എന്നാലും അത് ടേസ്റ്റി ആയിരുന്നു. പിന്നെ മറൈൻ ഡ്രൈവിലൊക്കെ പോയി കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞ് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച് അവിടെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു ബസ് കയറി MG റോഡിൽ വന്നിട്ട് മെട്രോയിൽ കയറി തിരിച്ചു പോയി. എല്ലാവരും അത്യാവശ്യം നല്ല ക്ഷീണമായിരുന്നു. പിന്നെ ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച് അതുകൊണ്ട് അപ്പുറത്തുനിന്നാണ് ഇപ്പുറത്തുനിന്നാണ് ബസ് കയറണമെന്ന് ഡൗട്ട് അടിച്ച് അവസാനം ബസ് കിട്ടി. അവനൊരു കണക്കിന് ഒരു 8 മണി ആയപ്പോഴത്തേക്കും പോയ പോലെ തന്നെ തിരിച്ചു വന്നു. ചിന്നുവിൻ്റെ ബാഗിലായിട്ട് എല്ലാവരുടെ സാധനങ്ങൾ വെച്ച് 4 പേരുടെ സാധനങ്ങൾ ചിന്നുവിൻ്റെ ബാഗിൽ തന്നെയായിരുന്നു. അപ്പോൾ അതെടുക്കണതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.